ശക്തമായിട്ട് ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുന്നുണ്ട് മാത്രമല്ല വന്നിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, വന്നിട്ട് പുതിയ പുതിയ അച്ചീവ്മെന്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ആ ഒരു ബിസിനസ്സിന് ഒരൊറ്റ പേരേ ഉള്ളൂ, ആസിയം. അതിൽ യാതൊരു സംശയവുമില്ല. ഉപ്പ് മുതലുള്ള പ്രോഡക്റ്റുകൾ, എല്ലാവർക്കും വേണ്ട പ്രോഡക്റ്റുകൾ. ഞാൻ ബേസിക്കലി ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ്. എത്ര ആൾക്കാർക്ക് മൈക്രോബയോളജിസ്റ്റിനെ അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് പേഷ്യൻസിന്, ഡോക്ടേഴ്സിന് നമുക്ക് ഈ പേഷ്യന്റിന് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഈ മെഡിസിൻ ആണ് എന്ന് സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ജോലിയാണ് മൈക്രോബയോളജിസ്റ്റിൻ്റെ. അപ്പൊ ആ ഒരു ജോലി ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ദുബായ് ഗവൺമെന്റിലെ ആ ജോലി ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആസിയം എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് വന്നിരുന്നത്. ഞാൻ നോക്കിയ ഒറ്റ കാര്യമുള്ളൂ, സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനിയാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനി ആയിരിക്കണം, അല്ലെ? എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയിലായിരിക്കണം നമ്മൾ വരുന്നത്. മാത്രമല്ല, ഒരു ജോലി ഉപേക്ഷിച്ച് ഒരുപാട് സാലറി ഒക്കെ ഉള്ള ഒരു ജോബ് കളഞ്ഞിട്ട് നമ്മളൊരു ഡയറക്റ്റ് സെല്ലിങ്, ഇപ്പോഴും ആളുകൾ ഡയറക്റ്റ് സെല്ലിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ആണ്, അല്ലെ? ഈ ഒരു സമയത്തും എത്രത്തോളം ഗംഭീരമായിട്ട് പോകുന്നു ആസിയം, എത്രത്തോളം ഗംഭീരമായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ആൾക്കാർ പറയുക എന്താണ്, നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാം, അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, വിദേശ രാജ്യങ്ങളിലെ മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, വിദേശ രാജ്യത്തിലെ ഭരണാധികാരികളായിക്കോട്ടെ, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഉള്ള ജനങ്ങൾക്ക് ജോലി കൊടുക്കാനുള്ള ജോലി ഇവിടെ ഇല്ല. അത് ഗവൺമെന്റ് ഇൻഡസ്ട്രിയിലും ഇല്ല, മറ്റൊരു ഇൻഡസ്ട്രിയിലും വരാൻ പോകുന്നുമില്ല. അവർക്ക് ജോലി കൊടുക്കാനും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന ഒരേ ഒരു മേഖല ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, ലോകത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. അതിൽ യാതൊരു സംശയവും വേണ്ട. ആ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാം കൊണ്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരൊറ്റ കമ്പനിയേ ഉള്ളൂ. കമ്പനിയുടെ പേര് ആസിയം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു സംശയം അതിൽ വേണ്ട. ആദ്യം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മൾ പല ആൾക്കാർ ജോലി ഇതിൽ ആസിയമിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും, പുതിയതായ ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും എന്റെ പേരിലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാർ പറയും, ഞാൻ കുറെ ആയല്ലോ ചെയ്യുന്നത്, എന്നിട്ട് അങ്ങോട്ട് കേറി വരുന്നില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ഉള്ളില് എന്തോ ഒരു സംശയം ബാക്കിയുണ്ട്. ആ ഒരു സംശയം ദൂരീകരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എല്ലാവർക്കും ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തോ ഒരു സംശയത്തിന്റെ കണിക, എന്തോ ഒരു കാര്യം, ഞാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും, അതും എന്താണ്, ഇന്നലെ ഒരു വീട്ടില് പല വീടുകളിലുള്ള സംഭവമാണ്. പ്രായമാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മക്കളെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി ഉണ്ടോ? എല്ലാവർക്കും ഗവൺമെന്റ് ജോലി ഇല്ല, അല്ലെ? ആകെ ചുരുങ്ങിയ ആൾക്കാർക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഉണ്ടാവുള്ളൂ. ഇനി ഉള്ളവർക്കാണ് പെൻഷനും ഇല്ല. 2004 സ്കീം അനുസരിച്ച് പ്രോപ്പറായിട്ട് ഒരു പെൻഷൻ പോലും ഗവൺമെന്റ് ജോലി കയറിയുള്ള 2004 ശേഷം കയറിയുള്ള ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിന് മുമ്പേ ജോലി ചെയ്ത ആൾക്കാരായിക്കോട്ടെ, അവര് ആ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡും, ജോലി കഴിഞ്ഞ് പെൻഷൻ ആയി കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റാൻഡേർഡിലും ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് പെൻഷൻ ആയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഒരു നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ, അതായത് എമറാൾഡ് വേണുഗോപാൽ സാറ് ജോലി ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും ഒരു 10 ഇരട്ടിയെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും, ഫാമിലി മൊത്തം. കാരണം നമുക്കറിയാം, ഒരു വ്യക്തി ഒരു ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി വേണം മക്കളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, ഫാമിലി നോക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ചുറ്റുപാടുകൾ, എന്തൊക്കെ സാഹചര്യങ്ങൾ, അവർ ആ ഒരു രീതിയിൽ വേണം. ഒരൊറ്റ ജോലിയും വെച്ചിട്ട് അതിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ആ ഒരു വരുമാനം വെച്ചിട്ട് വേണം അവർക്ക് ആ കുടുംബം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ആസിയം എന്ന് പറയുന്ന ഈ മഹത്തായ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിസ്റ്റം, ഡയറക്റ്റ് സെല്ലിങ്ങും എസ്പെഷ്യലി ആസിയം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റവും നമുക്ക് നൽകിയിരിക്കുന്നത് ശരിക്കും ഒരു ലൈഫ് ടൈം, ഒരു ജീവിതം തന്നെയാണ് തിരിച്ച് നൽകിയിരിക്കുന്നത്.
റിട്ടയർഡ് ആയിരിക്കുന്ന വേണുഗോപാൽ സാറിന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ജോലി ചെയ്യുന്നതിനേക്കാളും എത്രയോ സന്തോഷവാനാണ്, അല്ലെങ്കിൽ എത്രയോ നല്ല രീതിയിൽ, എത്രയോ സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ സന്തോഷം, നമുക്ക് മനസ്സമാധാനം അല്ലേ, സമ്പത്തിന് ഒരു വലിയൊരു അടിസ്ഥാനം അല്ലേ. അതായത് അന്ന് ചെറിയ കുട്ടികളായിരിക്കും, കുട്ടികൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടും, അത് നിറവേറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരു അച്ഛനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ദുഃഖം ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഒരച്ഛൻ എന്നല്ല, എല്ലാ അച്ഛന്മാർക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരൊരു ജോലിക്കാരാണെങ്കിൽ, ഒരു ജോലിക്കാരനോ ജോലിക്കാരിയോ ആയിട്ടുള്ള ഒരു പാരന്റ് ആണെങ്കിൽ, മക്കൾ പല ആവശ്യങ്ങളും പറയും. മക്കൾക്ക് അറിയില്ലല്ലോ എത്രത്തോളം സാലറി, എത്രത്തോളം ശമ്പളമേ പാരന്റ്സിനുള്ളൂ എന്ന്. അപ്പൊ അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നിറവേറ്റാൻ പറ്റാത്ത കാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഒരുപാട് പാരന്റ്സ്. കാരണം ആ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് വേണം ആ ഒരു വീട് മൊത്തം കഴിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ആശയം എന്ന് പറയാൻ ഈ അവസരം നമുക്ക് തരുന്നത് വലിയ ഒരു മില്യനെയർ അല്ലെങ്കിൽ ഒരു ബില്യനെയർ ആവാനുള്ള അവസരമാണ്. കാരണം കോടികൾ സമ്പാദിക്കാനുള്ള ഒരു അവസരം, ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആസ്യം എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെ വളരെ സത്യസന്ധമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കുറച്ച് സ്ലൈഡുകൾ കാണിക്കും. ഇന്ന് മെയിൻ എന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്, നമുക്ക് ഇനി ഒരു വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട് ഓഗസ്റ്റ് മാസം. അതിന്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം. അതിന്റെ മുമ്പേ ഒരു കുറച്ച് സ്ലൈഡും കാര്യങ്ങളും ആസ്യമിന്റേതും കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു സംശയം ആസ്യമിനെ പറ്റിയോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് ആരാണ്, ആക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് അപ്ലൈൻ ലീഡേഴ്സ് ആരാണെന്ന് ചോദിച്ച് അവരോട് ആ സംശയം ദൂരീകരിച്ച് നിങ്ങളുടെ ജീവിതം ജീവിക്കണം എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത്, ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജോലി ചെയ്യാനായിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. എന്തിന് ജീവിക്കുന്നു ചോദിച്ചാൽ പല ആൾക്കാരുടെ ഉത്തരം ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതാ. എന്തിന് ജോലി ചെയ്യുന്നു? ജീവിതം മുന്നോട്ട് പോകണം. അപ്പൊ എന്തിന് ജീവിക്കുന്നു? ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് ആൾക്കാര് ആ ഒരു കാര്യത്തിലാണ് ആൾക്കാർ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലൈഫ് എന്ന് പറയുന്നത് അതിന് മാത്രമല്ല. ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട്, ഒരുപാട് ഹാപ്പിനെസ് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ഹാപ്പി ആയി ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഒരു ജീവിതം തന്നെ ജീവിക്കാൻ തന്നെയുള്ള തോന്നലുണ്ടാവുള്ളൂ അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാം ആസ്യം എന്ന് പറഞ്ഞാൽ എല്ലാം തരുന്ന ഒരു കൺസെപ്റ്റ് ആണ്, എല്ലാം തരുന്ന ഒരു കമ്പനിയാണ് ആസ്യം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നിങ്ങൾക്ക് സന്തോഷം തരും, സമാധാനം തരും, സമ്പത്ത് തരും, ആരോഗ്യം തരും, ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ തരും. ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു കൺസെപ്റ്റ്, ഒരു കമ്പനി ഡയറക്ട് സെല്ലിംഗിൽ ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനി ആസ്യം എന്ന് പറയുന്ന ഈ ഒരു കമ്പനി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോ 5ാമത്തെ വർഷമാണ് ആസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം ഒന്നും ചെയ്തില്ല, ഒരു വർഷം അത് പഠിക്കണമല്ലോ. കാരണം ഒരു വർഷം അത് പഠിക്കാൻ വേണ്ടി എടുത്തു. ഡിപ്പോയിൽ പോയി നോക്കി, ഡിപ്പോ ഉണ്ടോ അറിയണ്ടേ നമുക്ക്. കാരണം കേരളത്തിൽ 6 ഡിപ്പോ ആസ്യമിന് സ്വന്തമായിട്ടുണ്ട്. ആസ്യമിൻ്റെതായിട്ടുള്ള ഡിപ്പോ 6 കേരളത്തിലുണ്ട്. ഈ ഡിപ്പോ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിപ്പോ അന്വേഷിച്ചു. ഡിപ്പോ ഉണ്ടായിരുന്നു. ആസ്യമിന്റെ പിക്കപ്പ് സെന്റർ, അതായത് ആസ്യമിന്റെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ആസ്യമിന്റെ ഔട്ട്ലെറ്റ് നടത്തുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാവും. അപ്പൊ ആസ്യമിന്റെ ഔട്ട്ലെറ്റ് നമുക്ക് ഇടാൻ പറ്റുമോ നോക്കി ഇട്ടു. ഒരു 6-7-8 മാസം ആസ്യമിന്റെ ഒരു ഔട്ട്ലെറ്റ് ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഈ ടെക്നിക്കൽ അച്ചീവർ. എനിക്കൊന്നും അറിയില്ലായിരുന്നു ആസ്യമിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയോ ഈ ഒരു മേഖലയെ പറ്റിയോ യാതൊരു അറിവില്ലാതെ ഒരു മൈക്രോസ്കോപ്പിന്റെ മുകളിൽ അതിനുവേണ്ടി പഠിച്ച് അതിനുവേണ്ടി ആ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആയിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ച് ഈ ഒരു കൺസെപ്റ്റിൽ എത്തിപ്പെട്ടല്ലോ, ഈ ഒരു കമ്പനിയിൽ തന്നെ വന്ന് ചേർന്നല്ലോ. എന്തോ ഒരു ഭാഗ്യം, എന്റെ മക്കളുടെ ഭാഗ്യം, എന്റെ ഫാമിലിയുടെ ഭാഗ്യം, എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഭാഗ്യം എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരു മഹാഭാഗ്യമാണ് നമ്മൾ ആസ്യമിൽ വന്ന് പെടുക എന്ന് പറഞ്ഞാൽ, വന്ന് ചേരുക എന്ന് പറഞ്ഞാൽ. പെടുകയല്ല, വന്ന് ചേരുക. അതാണ് ശരിയായ വന്ന് ചേരുക. അതൊരു യോഗമാണ്.
ആസിമിന് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരു വ്യക്തി ആശയം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അതിനെ ആശയമോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഒന്നും മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആശയം പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് പറയുമ്പോഴോ ഏതൊരു ഒരാൾ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ ആ ഒരു രീതിയിലേക്ക് കണ്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അയാൾക്ക് സമയമായിട്ടില്ല, അയാൾക്ക് നന്നാവാനുള്ള സമയം ആയിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ആരും ഡെസ്പ് ആവേണ്ട കാര്യവും നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ സമയമാകുമ്പോൾ അവർ വന്നിരിക്കും. കാരണം അവർക്ക് ഇവിടെ വരാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. വേറെ എന്തെങ്കിലും വേണ്ടേ? ഒന്നില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അല്ലെ, ഇതല്ലെങ്കിൽ അത് എന്ന് പറയാൻ, ആശയം അല്ലെങ്കിൽ വേറെ ഒന്ന് എന്ന് പറയാനുള്ള ഒരു സാധനം ഇല്ല. ഒരു സംശയം അതിൽ വേണ്ട. ഏതൊരു കമ്പനിയോടും ഏതൊരാളോടും എനിക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. നിങ്ങൾ ആശയം എന്ന ഈ ഒരു കമ്പനിയെ പറ്റിയിട്ട് നിങ്ങളുടെ കമ്പനിയും ആയിട്ട് നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കാൻ ഞാൻ ഏതൊരാളും തയ്യാറാണ്. കാരണം അത്രയ്ക്ക് ഷുവറിറ്റിയാണ് എനിക്ക് ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു കമ്പനിയിൽ ആശയം ചെയ്യാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ ആ ഒരു ആളെ എന്താണ് നമ്മൾ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലും അവർ ജയിക്കാൻ പോകുന്നില്ല. ഒരു സംശയം അതിൽ വേണ്ട. ആശയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയിലൂടെ ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാത്ത ഒരാൾക്ക് ലോകത്തിൽ ഒരു കമ്പനിയിൽ പോയാലും വിജയിക്കാൻ പറ്റില്ല. ഒരു സംശയം വേണ്ട. അവർക്ക് ജോലി ചെയ്യാൻ പറ്റുമായിരിക്കും. ആരുടെങ്കിലും ഒരു ബിസിനസിന്റെ എന്തെങ്കിലും ഒരു തരുന്ന ശമ്പളത്തിന് മുന്നോട്ട് പോയിട്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മെയ് മാസം 5-ാം തീയതിയോ 8-ാം തീയതി അങ്ങനെ ഏതോ ഒരു ഡേറ്റില് ഇവിടെ കോഴിക്കോട് പുതിയ ലുലു മാള് വരുന്ന ഒരു സംഭവം 10,000-കണക്കിന് ആൾക്കാരാണ് ആ ഒരു ക്യൂവിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ 10ാം ക്ലാസ്സുകാരുണ്ട്, ഡിഗ്രി ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഡോക്ടറേറ്റ് നേടിയ ആൾക്കാരുണ്ട്, അതിനും മുകളിലേക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഒരു ഇന്റർവ്യൂവിൽ ആ കമ്പനി ആ ഒരു ലുലു എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, 3 വർഷം നിങ്ങൾക്ക് ഒരു സാലറി ഉണ്ടാവുള്ളൂ. 3 വർഷം 18,000 രൂപ സാലറിയിൽ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ എടുക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഈ 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ എവിടെയാ അവർക്ക് പറ്റുക? അവര് തുടങ്ങാൻ പോകുന്ന ഒരു മാളാണ്. ആ ഒരു മാളിൽ എത്ര ആൾക്കാർ വേണ്ടി വരും? 10,000 ആളെ വേണോ? വേണ്ട. അതിലേക്ക് കൊള്ളുന്ന ആൾക്കാരെ അവര് എടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. 3 വർഷം ഒരേ ശമ്പളത്തിന് 18,000 രൂപ എന്ന് പറയുന്ന ഒരേ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ബോണ്ട് സൈൻ ചെയ്യണം. ആ ഒരു ബോണ്ട് സൈൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുള്ളൂ. അത് നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ആയാലും വേണ്ടില്ല. നിങ്ങൾ ഇനി ഏത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായാലും ശരി, നിങ്ങൾക്ക് ഈ ഒരു കാര്യം അഗ്രി ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടൂ. കാരണം എന്താ? അവർക്ക് അറിയാം ഇഷ്ടം പോലെ ആൾക്കാര് ജോലി അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ജോലി വേണം. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ജോലി എന്നും എന്താണ് ബിസിനസ് എന്നും. ആ ഒരു മാറ്റം അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിനൊരു മഹാഭാഗ്യമാണ് കേട്ടോ. അത് തിരിച്ചറിയാൻ അവർക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ആശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാനോ നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ജോലി ചെയ്യാനോ ആയിട്ട് നമുക്ക് ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പക്ഷെ അത് വിചാരിച്ച് ഒരു പൈസയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾ എവിടെ എത്തൂല്ല. ഒരു സംശയം അതിൽ വേണ്ട. നിങ്ങൾ കാണേണ്ടത് എന്താ? ഞാൻ വലിയൊരു ബിസിനസ്, അതായത് ഒരു 50 ലക്ഷം 1 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിൽ വേണം നിങ്ങൾ ആസിയമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആസിയമിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആസിയം വർക്ക് ചെയ്യുന്നത് ഞാൻ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ പൈസ നമ്മൾ കാണില്ല, ആ പണം നമ്മൾ കാണില്ല. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിംഗ് അവിടെ കാണും അല്ലെ? ഒരു എന്തെങ്കിലും കൊണ്ടിട്ടാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാണാത്ത കാര്യത്തിൽ കൊണ്ടിട്ടാൽ ആ പൈസ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാൽ അത് അവിടെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഇത് കാണില്ല, ഇത് ഇമാജിനാ. ആ ഇമാജിൻ ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ആ ഒരു ഇമാജിനറി പവർ അങ്ങനെ തന്നെ പറയാം, ആ ഒരു ഇമാജിനറി പവർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചിന്തയിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ആസിയമിൽ വർക്ക് ചെയ്തോളൂ. ഈ പറഞ്ഞ 3 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ അച്ചീവർ ആൻഡ് എബവ്
ഇപ്പൊ വേണുഗോപാൽ സാറുള്ള മാതിരി എമറാൾഡ് ആൻഡ് എബവ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും, യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ ഇന്ന് സംസാരിച്ച റൂബി ഹേമന്ത് സാറിന്റെ ആ ഒരു ലെവലിൽ നിങ്ങൾ 3 വർഷം കൊണ്ട് നിഷ്പ്രയാസം എത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ? മെന്റാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആസിയം എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വരുമ്പോൾ ഇതിൽ ഏറ്റവും എന്താ വേണ്ടതെന്ന് അറിയോ? ഇതിൽ ഏറ്റവും വേണ്ടത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനോ, നിങ്ങൾക്ക് വേറെ പ്രോഡക്റ്റുകൾ ഭയങ്കരമായിട്ട് എല്ലാം വേണം കേട്ടോ, വേണ്ടാന്നല്ല. നിങ്ങൾക്ക് അറിവ് വേണം, പ്രോഡക്റ്റ് അറിയണം, എല്ലാം അറിയണം. പക്ഷെ നിങ്ങൾ എല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്റാലിറ്റിയാണ്. ഒരു ബിസിനസ് മെന്റാലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് റീഡിഫൈൻ ചെയ്യണം. ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്നിലൂടെ കുറെ ആളുകൾക്ക് ആരോഗ്യം കിട്ടും, എന്നിലൂടെ കുറെ ആളുകൾക്ക് സമ്പത്ത് നേടിക്കൊടുക്കാൻ പറ്റും, കുറെ ആളുകളുടെ റോൾ മോഡലായിട്ട് എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കും, കുറെ ജീവിതത്തിലേക്ക് വരുമാനം എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ആ ഒരു ചിന്തയിൽ കുറെ ആളുകൾക്ക്, എത്ര ആൾ വന്നാലും അവർക്ക് കൊടുക്കാനുള്ള ജോലി എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് ഈ ജോലി കൊടുക്കാൻ മാത്രമല്ല, എനിക്ക് അവരെ സഹായിക്കാനും പറ്റും. എനിക്ക് അവരെ കൈപിടിച്ച് അവരെ ജീവിതത്തിൽ അവര് എന്ത് ലക്ഷ്യം വെക്കുന്നു ആ ഒരു സ്വപ്നത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു മെന്റാലിറ്റി. ഞാൻ ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം നമ്മളെ കയ്യിൽ കിട്ടിയത്. ഏത് ആസിയം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്റെ കയ്യിൽ കിട്ടിയത് ഞാൻ ഇത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. ആ ഒരു ചിന്ത നമുക്ക് ഉള്ളിൽ വേണം. അതാണ് എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും TCG നമ്മുടെ MD ആസിയമിന്റെ MD TCG പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹം മാലിക്കും, അതായത് നിങ്ങൾ എല്ലാവരും മുതലാളിമാരാണ്. ആണോ? നിങ്ങൾ മുതലാളിയാണോ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയുണ്ടാവും, ഞാനോ മുതലാളിയോ, എന്ത് മുതലാളി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഞാനൊരു കാര്യം പറയാം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ളതല്ല ആസിയം. ആസിയം മുതലാളിമാരുടെ ബിസിനസ്സാണ്, മുതലാളിമാരാക്കാനുള്ള ബിസിനസ്സാണ്, മുതലാളിമാരാവേണ്ട ബിസിനസ്സാണ്. ഒരു മുതലാളിയെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു ബിസിനസ്സുകാരനെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ആസിയം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആസിയമിൽ വിജയിച്ചിരിക്കും 100%. ആദ്യം അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇപ്പോ നിങ്ങള് ഒരു വ്യക്തി, ഏതോ ഒരാളായിക്കോട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്, ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ ഒരു ചെറിയൊരു ഷോപ്പ് തട്ടിക്കൂട്ടി ഒരാൾ ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടില് ഒരു 20 ലക്ഷം രൂപയുടെ ഒരു ഗ്രോസറി, ഒരു ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഇട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ആ വ്യക്തി ആ ഷോപ്പ് തുടങ്ങിയിട്ട് അതിന്റെ പിറ്റേ ദിവസം മുതൽ രാവിലെ ആയിട്ട് കട്ടമ്പില് തലനേന്റെ മുകളിൽ തല വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുമോ? അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും? രാവിലെ നേരം വെളുത്ത ഉടനെ ആ ഷോപ്പിൽ പോകുന്നു, ഷോപ്പിൻ്റെതായ കാര്യങ്ങളിൽ മുഴുകുന്നു, ഷോപ്പിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ആളുകൾക്ക് സർവീസ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി വരുന്നു, ആളുകളോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതെ ഓരോ കസ്റ്റമറെയും, കാരണം എന്താ, കസ്റ്റമർ ഇസ് ദ കിങ്, അങ്ങനെയല്ലേ അല്ലെ? കസ്റ്റമർ ഇസ് ദ കിങ് എന്നല്ലേ? അതായത് ആ ഒരു മെന്റാലിറ്റിയുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം രാവിലെ എന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്തോ, എന്ന് ആ ഷോപ്പ് സാങ്ഷൻ ആയോ, ആ ഒരു ദിവസം മുതൽ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് അവര് ആ ഒരു മെന്റാലിറ്റിയിലേക്ക് മാറും. യെസ്, ഇത് എന്റെ ഷോപ്പാണ്, ഇത് എന്റെ ബിസിനസ് ആണ്, എനിക്ക് ജീവിക്കേണ്ടത് ഈ വഴിയിലൂടെയാണ്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെ, ഈ ഒരു ബിസിനസ്സിൽ കച്ചവടം വന്നിട്ട് വേണം എന്റെ ലൈഫ് മുന്നോട്ട് പോകാൻ എന്ന മെന്റാലിറ്റിയിലേക്ക് ആ വ്യക്തി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ആരും ബിസിനസ്സുകാരനോ ആരും ലൈഫിൽ രക്ഷപ്പെടുകയോ ചെയ്യുന്നില്ല. എല്ലാം എന്തിന്റെ മുകളിലാണ്? മെന്റാലിറ്റിയാണ്, ആറ്റിറ്റ്യൂഡ്. ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യണം. നമ്മളുടേതാണ് കമ്പനി, നമ്മളുടേതാണ് ആസിയം. ആരുടെയാണ് ആസിയം? TCGയുടേതല്ല. TCG ഉണ്ടാക്കി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളുടേതാണ് എന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ആസിയമിൽ ജോയിൻ ചെയ്താൽ വരേണ്ട ഒരു തിരിച്ചറിവ് വന്നുകൊണ്ട് മാത്രം കാര്യമല്ല, ആ രീതിയിൽ പ്രവർത്തിക്കുകയോടി ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 10,000-വും 20,000-വും 50,000-വും 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും 50 ലക്ഷവും 1 കോടിയും വാങ്ങുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതും
കുറേ കാലം കഴിഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് എപ്പം എത്തണം എന്ന് ആഗ്രഹമുണ്ടോ ആ ഒരു ടൈമിൽ നിങ്ങൾ എത്തും. ഒരു സംശയം വേണ്ട. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ മെന്റാലിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു 2 വാക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ മുകളിൽ ആശയം എന്ന് പറയുന്ന ആ ഒരു ബിസിനസിന്റെ ഒരു 4-5 സ്ലൈഡ് ജസ്റ്റ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആയിട്ട്, നമ്മൾ എങ്ങനെ ആശയം പറയണം ഒരു ആളുടെ ഒരു വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഒരു കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു 4-5 സ്ലൈഡിൽ അത് കാണിച്ച ശേഷം നമുക്ക് വരുന്ന ആ ഒരു ഓഗസ്റ്റ് മാസം നമുക്ക് വേണ്ടിയിട്ട് ഗംഭീര പ്രോഗ്രാമുകൾ, ഗംഭീര സെലിബ്രേഷൻസ് ആണ് കമ്പനി റെഡി ആക്കിയിട്ടുള്ളത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ആശയം എന്നുള്ള കാര്യത്തിലേക്ക് ഒന്ന് കടക്കാം. അതായത് ഒരു സംശയമില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഇനിയുള്ള ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ, ഇനിയുള്ള ആളുകൾക്ക് ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ, അവരുടെ സ്വപ്നങ്ങൾ നേടണമെങ്കിൽ, അവർക്ക് സന്തോഷവും സമാധാനവും സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലും എത്തിക്കൊണ്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഡയറക്റ്റ് സെല്ലിംഗ്. ഒരു സംശയം വേണ്ട, അടിവരയിട്ട് പറയുകയാണ്, ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ദ ബിസിനസ് ഓഫ് ദ ഫ്യൂച്ചർ. ദ ബിസിനസ് അല്ല, ദ ബിഗസ്റ്റ് ബിസിനസ്, ഏറ്റവും വലിയ ബിസിനസ്, ഈ ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ ബിസിനസ്. ഇന്ന് മുതൽ അങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് പൈസ ഇട്ടാൽ 10 ഇട്ടാൽ 20 കിട്ടാം, 20 ഇട്ടാൽ 50 കിട്ടും എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അവര് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇനിയുള്ള ഫ്യൂച്ചർ ബിസിനസ് അല്ലെ ഇനിയുള്ള കാലത്ത് നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഡയറക്റ്റ് സെല്ലിംഗ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എന്നാലും ഓടിച്ച് പറയാം. സാധാരണ കമ്പനികൾ എന്താ, ഇടനിലക്കാരുണ്ടാവും അല്ലെ. അതായത് കമ്പനിയിൽ നിന്ന് CNF ഏജന്റ്, ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ, അഡ്വർടൈസ്മെന്റ്, അങ്ങനെയാണ് കസ്റ്റമർ, അതായത് നമ്മളിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗിൽ അല്ലെങ്കിൽ ആശയമിലൂടെ എങ്ങനെയാ കമ്പനിയിൽ നിന്ന് നമ്മളിലേക്ക് സാധനം കിട്ടുന്നു. അതായത് CNF ഏജന്റിനെയും ഡിസ്ട്രിബ്യൂട്ടറിനെയും ഹോൾസെയിലർ റീറ്റെയിലറിനെയും ഈ പരസ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ കിട്ടുന്നു. എന്തുകൊണ്ട് ആശയം 24ാമത്തെ വർഷമാണ്. 24ാമത്തെ വർഷം എന്ന് പറഞ്ഞാല് ചെറിയൊരു വർഷമല്ല. 24 years. 24 yearsന്റെ ചില കമ്പനികൾ പറയും, നിങ്ങൾ 24 വർഷമായിട്ടുള്ളൂ, ഞാൻ 40 വർഷമായി എന്ന് പറയുന്ന പല കമ്പനികളും ഉണ്ടാവും. പക്ഷെ അവര് 40 വർഷമായിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അത് ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു കാര്യം ഉണ്ടാവില്ല. കമ്പനി 40 വർഷമായി എന്ന് പറയും ചിലപ്പോ, ഞാൻ വന്നിട്ട് 40 വർഷമായി എന്ന ആശയം അങ്ങനെയല്ല. ആശയം 23 വർഷം, 24ാമത്തെ വർഷമാണെങ്കിൽ അത്രയും അധികം അച്ചീവേഴ്സിന് അല്ലെ ഇത്രയും അധികം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഒരൊറ്റ ഉള്ളൂ, ആശയം മാത്രമേ ഉള്ളൂ. ആശയം പ്രോപ്പറായി ചെയ്യുന്ന ഒരു വ്യക്തി പോലും അച്ചീവർ ആവാതിരുന്നിട്ടില്ല. ഒരു സംശയം വേണ്ട, ഇത്രയും അധികം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരൊറ്റ കമ്പനിയെ ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ആ കമ്പനിയുടെ പേര് ആശയം തന്നെയാണ്. അപ്പം 24ാമത്തെ വർഷമാണ് നമ്മളുള്ളത്. TCG നമ്മളെ ഫൗണ്ടർ ആണ്, നമ്മളെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ആശയം ബിസിനസ് ആരാ, TCG അല്ലെ. അദ്ദേഹം വളരെ വിഷണറി ആയിട്ടുള്ള ഒരു ബിസിനസ് എന്താ പറയാ, ഒരു ജെമ്മാണ് TCG എന്ന് പറയുന്നത്. അതായത് ലക്ഷത്തിൽ ഒന്നോ അല്ലെങ്കിൽ കോടിയിൽ ഒരാളെ കണ്ടുപിട്ടാൻ പറ്റുള്ളൂ ഈ രീതിയിൽ. കാരണം ജനങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും കൊടുക്കണം എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം ഈ ആശയം എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടതല്ല. അദ്ദേഹം ഓൾറെഡി ഒരു വലിയ കമ്പനിയുടെ ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കമ്പനിയുടെ MD ആണ് അദ്ദേഹം ആശയം 2000 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് ആരോഗ്യവും ജനങ്ങൾക്ക് സമ്പത്തും കൊടുക്കണം. അതായത് ലക്ഷ്യങ്ങൾ, ആശയമിന്റെ ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആശയമിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് സ്വയം പര്യാപ്തത, നവഭാരത നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, ഇത്രയും ഒബ്ജക്റ്റീവോട് കൂടിയാണ് ആശയം എന്ന് പറയുന്ന കമ്പനി TCG സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കൈയടിക്കാം, നമുക്ക് ഇനോഗ്രേഷന് പോവാം, അവര് ഒരു ലഡു തരും, ഒരു ചായ തരും, ഒരു പഴംപൊരി തരും, അല്ലെങ്കിൽ എന്തെങ്കിലും തരും, ഒരു കേക്ക് കട്ട് ചെയ്ത് അത് തരും, എന്നിട്ട് നമുക്ക് വിട്ടു പോവാം. എന്നാൽ TCG അതല്ല ചെയ്തത്. TCG ചെയ്തത് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് 4 കോടി ജനങ്ങളിൽ ഇതുവരെ എത്തി നിൽക്കുകയാണ്. ഇനിയും കോടാനുകോടി ആളുകളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ആ പറഞ്ഞ ആളുകൾക്കെല്ലാം ആരോഗ്യവും സമ്പത്തും എത്തണം എന്ന നിർബന്ധം പിടിച്ചുകൊണ്ടാണ് TCG എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹത് വ്യക്തി ആശയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിഷണറി ലീഡർ എന്ന് പറയുന്നത്. വിഷണറി ബോസ് അല്ല, വിഷണറി ലീഡർ. ലീഡർ ആരാണ്? ലീഡർ ഈസ് ദ പേഴ്സൺ ഹു ലീഡ്സ് ദ വേ, അല്ലെ? അതായത് അദ്ദേഹം കാണിച്ചു തരികയാണ്. അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞു, ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള വഴികളും അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെ? 6 ബേസിക്സ് നമുക്കറിയാം, 7 കാർഡിനൽ റൂൾസ് നമുക്കറിയാം. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലെ? 8 കോർ സ്റ്റെപ്സ്, അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു തന്നിട്ടും പഠിപ്പിച്ചു തന്നിട്ടും ഉണ്ട്. അത് ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിയാന്ന് മാത്രമേ വേണ്ടുള്ളൂ ആസ്യം എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പൊ ആസ്യം എന്താണ്? ഇപ്പൊ ഞാൻ കമ്പനി എന്ന് പറയുന്നത് അതേ കറക്റ്റ് ആണ്. ആസ്യം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ. നമ്മുടെ ആസ്യം ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്തായിരുന്നു? എല്ലാ ആളുകളുടെയും ഈ കമ്മീഷൻ റിലീസ് ചെയ്യുന്ന, കമ്മീഷൻ കിട്ടുന്ന എല്ലാ ആൾക്കാരും ബാങ്കിൽ നിന്ന്, പല ആൾക്കാരും ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ വിളിക്കുമായിരുന്നു. എന്താ അവര് ചോദിക്കും, എനിക്കൊരു പൈസ വന്നിട്ടുണ്ട്, ഇത് ആസ്യം എന്നല്ല വന്നിട്ടുള്ളത്, ഇത് ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, എന്തോ ഫാഷനോ ഷൂട്ടിങ്സെന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എന്നെ ആദ്യം സമീപിച്ചിട്ടുണ്ടായിരുന്നു, അവർ കമ്മീഷൻ വരുന്ന സമയത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു, ഇത് തന്നെയാണ് ആസ്യം, ഇത് ആസ്യം ഒരു കൺസെപ്റ്റ് ആണ്, ഇതൊരു മദർ കമ്പനിയാണ് ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ പൈസ ഉണ്ടല്ലോ, നന്നായി, അത് തന്നെയാണ് ആസ്യമിന്റെ പൈസ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇനി അതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം ആസ്യം തന്നെ ഒരു കമ്പനി ആയിട്ട് മാറിക്കഴിഞ്ഞു. ആസ്യം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി മുതൽ, 2024 മെയ് മാസം 1-ാം തീയതി മുതൽ ഒരു കമ്പനി ആയിട്ട് രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഇനി ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു മദർ കമ്പനി ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട, അല്ലെങ്കിൽ മദർ കമ്പനി ആയിരുന്നു എന്ന് പറയേണ്ട രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ആസ്യം തന്നെ ഒരു കമ്പനി ആയിട്ട് രൂപീകൃതമായി. അപ്പം അതിൽ ID കാർഡ്, അതായത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്കൊരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, ഞങ്ങൾ ആ വഴിക്കാണ്, ഞങ്ങൾ ആസ്യമിനെ മാതിരിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഒരൊറ്റ കാര്യം, ഇവർക്ക് പ്രോപ്പർ ആയിട്ടൊരു നിങ്ങൾക്കൊരു കസ്റ്റമർ കെയർ ഉണ്ടോ? എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ? എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്റെ കൂടെ വരുന്ന ആൾക്കാർ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി തരാനുള്ള ഒരു കസ്റ്റമർ സർവീസ് നിങ്ങൾക്കുണ്ടോ എന്ന കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളെ സമീപിക്കുന്ന മറ്റു കമ്പനിയുടെ ആൾക്കാരോട് ചോദിക്കണം. എന്നാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, നിങ്ങൾ വന്നിരിക്കുന്നത് ആസ്യം എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്. 0148235200 കസ്റ്റമർ കെയർ നമ്പർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ കസ്റ്റമർ കെയർ വർക്ക് ചെയ്യും. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് വേണം, 6 മണിക്ക് ശേഷമാണ് നിങ്ങൾക്ക് 6 മണി വരെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം. പല കാര്യങ്ങളും KYC@asiamworld.com ഉണ്ട്. PUC കെയർ മെയിൽ അയക്കാൻ PUCCare@asiamworld.com അല്ലെങ്കിൽ wonderworldcare@asiambusiness.com. ഒരുപാട് മെയിൽ ID-കൾ ഉണ്ട്, ഒരുപാട് ഒരു കസ്റ്റമർ കെയർ നമ്പർ പ്രോപ്പർ ആയിട്ടുണ്ട്. കഴിഞ്ഞൊരു മീറ്റിംഗ് നമ്മളെ ഗ്രേറ്റ് സഫയർ മോത്ത് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഫോണിൽ നിന്ന് ആസ്യം കമ്പനിയിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ സഹിതമുള്ള ID പ്രൂഫ് ആയിരിക്കും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. കസ്റ്റമർ കെയറിന്റെ മുന്നിൽ അവർ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യും. ആരാണ് വിളിക്കുന്നത്, ഇന്ന ആളാണ് വിളിക്കുന്നത്, അവർക്ക് എന്താണ് പ്രശ്നമുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ആസ്യം. ധൈര്യമായിട്ട് നിങ്ങൾ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ എന്ന് പറയുന്ന മാതിരി നിങ്ങൾക്ക് കൂടെ കൂടാം, ഒരു സംശയം വേണ്ട. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, പരിചയമുള്ള ആരിലേക്കും നിങ്ങളുടെ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങളും അവരുടെ തലമുറയും നിങ്ങളുടെ തലമുറയും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ആസ്യം. അത് യാതൊരു സംശയവും. ഇത് എന്റെ ID കാർഡാണ്, ആസ്യം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ടോ? അതായത് ID കാർഡ് ആദ്യം ഫാഷൻ ഷൂട്ടിങ്സിനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ആസ്യം കൺസ്യൂമർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് അസോസിയേറ്റ് ബയർ നമ്പർ ഉണ്ടാവും, പേരുണ്ട്, വീട്ട് അഡ്രസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്.
ദി ഗ്രോത്ത് ഓഫ് ആസിയം ബിസിനസിന്റെ ഗ്രോത്ത് എന്താണ്? ഒരു പ്രോഡക്റ്റ് തുടങ്ങി 4000-ലധികം പ്രോഡക്റ്റുകൾ, ഒരു ഫാക്ടറിയിൽ നിന്ന് 150-ലധികം ഫാക്ടറികൾ, ഒരു ഡിപ്പോയിൽ തുടങ്ങി 195-ലധികം ഡിപ്പോകൾ, ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി 20,000-ലധികം ഔട്ട്ലെറ്റുകൾ, ഒരു ഡയറക്ട് സെല്ലർ, ഒരു അസോസിയേറ്റ് ബയർ എന്നാണ് പറയുന്നത്. ഒരു അസോസിയേറ്റ് ബയർ ആയിട്ട് 2000-ൽ തുടങ്ങിയിട്ടുള്ള ആസിയം 4 കോടിയിലധികം അസോസിയേറ്റ് ബയേഴ്സ് ആയിട്ട് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. 2000-2024 24 വർഷം കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ആസിയം. ഇതൊക്കെയാണ് നിങ്ങൾ ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവരോട് പറയേണ്ട കാര്യങ്ങൾ. അല്ലാതെ ആസിയം അങ്ങനെയാണ്, ആസിയം ഇങ്ങനെയാണ്, ആസിയമിന്റെ മുതലാളി അങ്ങനെയാണ്, ആസിയം തുടങ്ങിയ വ്യക്തി അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അവിടെ അങ്ങനെ എന്തൊക്കെയോ ടോപ്പിക് ഒക്കെ വ്യതികരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, എന്തൊക്കെയോ ടോപ്പിക് സംസാരിക്കുന്നതിന് പകരം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, നമ്മൾ പോവുക, നമ്മൾ ഇരിക്കുന്നത് 1 മണിക്കൂറോ അരമണിക്കൂറോ ആയിക്കോട്ടെ, ആ ഒരു അരമണിക്കൂർ ആ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ പാസ് ചെയ്യേണ്ടത് ആസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ, ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന രീതിയിലേക്ക് ഒരിക്കലും നിങ്ങൾ ഒരാളെ സമീപിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പാടില്ല. കാരണം അയാൾ എന്ത് പറയും? അയാൾ പറയും എന്തിലോ കുടുങ്ങിയിട്ട് എന്തിലോ ഒരു കാര്യത്തിൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, ഒരു കാര്യമില്ല, എന്തൊക്കെയോ ആണ്, എന്തൊക്കെയോ എന്നെയും കാണാൻ വന്നിരുന്നു, എന്റെ വീട്ടിലും വന്നിരുന്നു, എന്തൊക്കെയോ പറഞ്ഞു എന്ന രീതിയിലേക്ക് അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് 4000 പ്രോഡക്ട്സിലധികം നമുക്കുണ്ട്, 150-ലധികം ഫാക്ടറികളുണ്ട്, 195-ലധികം ഡിപ്പോകളുണ്ട്. ഇതിൽ 6 ഡിപ്പോ നമ്മുടെ കേരളത്തിലുണ്ട്, ഒരു ഡിപ്പോ കോഴിക്കോടുണ്ട്, 2 ജില്ലയിലുണ്ട്. നിങ്ങൾക്ക് പറയാം, ഒരു ഡിപ്പോ കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, മലപ്പുറമുണ്ട്, ചെങ്ങന്നൂരുണ്ട്, കൊല്ലത്തുണ്ട്. ഇത്രയും സ്ഥലത്ത് ആസിമിന്റെ ഡിപ്പോ ഉണ്ട്. ഔട്ട്ലെറ്റുകൾ 20,000-ലധികം ഉണ്ട്. അതിൽ 1200-ലധികം ഔട്ട്ലെറ്റുകളിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ തന്നെയാണ്. 1200-ലധികം ഔട്ട്ലെറ്റ് ഉള്ള മറ്റേതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഒരു അഹങ്കാരമായി ആ ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കരുത്. പക്ഷേ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, 1200-ലധികം ഔട്ട്ലെറ്റുകൾ എന്ന് പറയാൻ പറ്റുന്ന അത്രയും ഷോപ്പുകളുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇന്ത്യയിൽ ഇല്ല. കേരളത്തിൽ 1200-ലധികം 20,000-ലധികം ഔട്ട്ലെറ്റുകളുമായിട്ട് പോകുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ വേറെ ഇല്ല, ആസിയം മാത്രമേ ഉള്ളൂ. ഡയറക്ട് സെല്ലേഴ്സിന്റെ എണ്ണാണെങ്കിലോ 4 കോടിയിലധികം. നിങ്ങൾ ആലോചിച്ചു, ഇന്ത്യ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിലെ ജനസംഖ്യയുടെ അത്ര ആളുകൾ അസോസിയേറ്റ് ബയേഴ്സ് ആയിട്ട് നമ്മൾ ആസിയമിൽ നമ്മളെ കൂടെ ഉണ്ട്. കേരള സംസ്ഥാനത്തിന്റെ ജനസംഖ്യ മുഴുവൻ എടുത്താൽ ആസിയമിന്റെ ഏകദേശം അസോസിയേറ്റ് ബയേഴ്സിന്റെ എണ്ണം നമുക്ക് പറയാം. 4 കോടി ജനങ്ങൾ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ആസിയം. ഇത് നമ്മൾ ആസിയം വേൾഡ് കാര്യങ്ങൾ പറയാം. ആസിയം വേൾഡ് ഇങ്ങനെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള രാജസ്ഥാനിലാണ്, രാജസ്ഥാനിലെ ബിൽവാരയിലാണ്. ഞാൻ പോയ ആൾക്കാർക്ക് പോയിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പോകാൻ റെഡിയായി, ഈ വർഷം പോകാൻ താല്പര്യമുണ്ട്, പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ പറയാം. അവർക്ക് കാണിച്ചു കൊടുക്കുക എന്താണ് ആസിയം വേൾഡ് എന്ന കാര്യം അവർക്ക് പ്രോപ്പർ ആയിട്ട് കാണിച്ചു കൊടുക്കുക നിങ്ങൾ കാണാൻ. മാത്രമല്ല നിങ്ങൾ പറയേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഉപ്പ് മുതൽ അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു കലവറയാണ് ആസിയം. അവരോട് പറയാ, ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഇങ്ങോട്ട് വരികയാണ്, അതിൽ എന്തൊക്കെയോ നമുക്ക് കൊല്ലത്തിലോ 5 കൊല്ലത്തിലോ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിത്യോപയോഗ സാധനങ്ങളുള്ള ആസിയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ്. അതും വെറും സാധനങ്ങളല്ല, ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ഹെൽത്തിന് സപ്പോർട്ടീവായി, അതായത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള യാതൊരു കെമിക്കലും ഇല്ലാത്ത സാധനങ്ങൾ, റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന്, അല്ലെ വലിയ വില വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല. ചില സാധനത്തിന് മാർക്കറ്റ് വിലയെക്കാട്ടും വില കുറവിൽ കിട്ടുന്ന ഒരേ ഒരു കമ്പനിയാണ് ആസിയം. ഇതും അവർക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരാളെ കാണുമ്പോൾ. ഇത് പ്ലാന്റ് ആണ്, ആസിയമിന്റെ മാനുഫാക്ചറിങ് പ്ലാന്റിന്റെ കാര്യങ്ങൾ പറയാം. ഉത്തരാഖണ്ഡ്, ബിൽവാര, ഗുവാഹത്തി ഇതൊക്കെ പ്ലാന്റ് ഉണ്ട് എന്ന് പറയാം. ബിൽവാരയിൽ നമുക്ക് ആ കമ്പനി കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പ്ലാന്റുകൾ കാണാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുക്കല്ല പ്രോഡക്റ്റ്, ആ ലാബ്, ഇൻസ്ട്രുമെന്റ് ലാബും കെമിക്കൽ ലാബും മൈക്രോബയോളജി ലാബിലും ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ഈ പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു വ്യക്തിയിലേക്ക് എത്തിക്കേണ്ടത് ഈ ഒരു പേജാണ്. ഏതെന്ന് വെച്ചാൽ ഈ ഒരു പേജ്,
ഈ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ ആശയം പറയാൻ പോകുമ്പോൾ നിർബന്ധമായിട്ടും ആളുകളിലേക്ക് എത്തേണ്ട ഒരു പോയിന്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം 12ഓളം ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വില, ആശയമിന്റെ MRP, ആശയമിന്റെ ഒരു ഐഡിയ എടുത്താൽ കിട്ടുന്ന വില, ലാഭം, ഓരോ പ്രോഡക്റ്റിന്റെയും ലാഭം ഏകദേശം 611 രൂപ ലാഭിക്കാൻ പറ്റുന്ന ആരെങ്കിലും പറയോ? എനിക്ക് ലാഭമൊന്നും ആവശ്യമില്ല എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ? ഒരാളും പറയില്ല. നിങ്ങൾ ഈ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ ആശയം പറയുന്ന ഓരോ വീട്ടിലും പറയേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കമ്പനിയെ പറ്റി പറയണം, കമ്പനിയുടെ സ്ഥലം പറയണം, എത്ര ആളുണ്ടെന്ന് പറയണം, എത്ര ഡിപ്പോ ഉണ്ടെന്ന് പറയണം, എത്ര ഷോപ്പുകൾ ഉണ്ടെന്ന് പറയാം, എല്ലാം പറഞ്ഞാൽ അതിന്റെ കൂടെ നിങ്ങൾ ഇത് വിട്ടു പോയോ, നിങ്ങളുടെ ആ ഒരു വിസിറ്റ് തന്നെ വേസ്റ്റ് ആയി പോയി എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നത്തെ ആളുകൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ലാഭം. ലാഭം എവിടെ കിട്ടും, എന്ത് ലാഭം ഇരിക്കും എന്നാണ് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യമായിരിക്കണം നമ്മൾ പറയേണ്ടത്. നിങ്ങളുടെ വീട്ടു ചെലവിൽ 611 രൂപ ഒരു മാസം ലാഭം നിങ്ങൾക്ക് ഞാൻ തരട്ടെ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയൂ വേണ്ട, എനിക്ക് ലാഭം വേണ്ട എന്ന് ഒരാളും പറയില്ല. നിത്യോപയോഗ സാധനങ്ങൾ 12ഓളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയേക്കാളും 611 രൂപ ലാഭത്തിലാണ് നമ്മൾ ആസിമിൽ കൊടുക്കുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞ് ആളുകളുടെ തലയിലേക്ക് കയറ്റിയാൽ മാത്രം മതി. അവര് നിങ്ങളുടെ കൂടെ ഐഡിയ എടുക്കും. ഐഡിയ എടുക്കുക മാത്രമല്ല, അവർക്ക് ഇതിന്റെ സാധ്യത കൂടി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറായാൽ, നിങ്ങൾക്ക് സാധ്യത പറഞ്ഞു കൊടുക്കാൻ കൂടി പറ്റിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുക ചെയ്യും. അത് പ്രൈവറ്റ് ജോലിയാണെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ചിട്ട് വരെ അവർ നിങ്ങളുടെ കൂടെ വരും. കാരണം അവർക്ക് ഇതിന്റെ ഒരു വിഷൻ, ഇതിന്റെ ഒരു ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ ഒരു വീട്ടിൽ പോയി ആശയം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എന്ന കാര്യമാണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. എന്നാൽ ഇന്നത്തെ മീറ്റിംഗിൽ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു വലിയ പ്രോഗ്രാമിനെ പറ്റിയാണ്. അതായത് ആസിയം സോണൽ സെലിബ്രേഷൻ. ആസിയമിന്റെ ഒരു സോണൽ സെലിബ്രേഷൻ വരാൻ പോകുന്നുണ്ട്. ഓഗസ്റ്റ് മാസമാണ് വരാൻ പോകുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആസിയം കമ്പനി. അതായത് കഴിഞ്ഞ മെയ് മാസം മുതൽ ആസിയം ഒരു കമ്പനി ആയിട്ട് രൂപീകരിക്കപ്പെട്ടു അല്ലേ? ആ ഒരു കമ്പനി ആയിട്ട് ശേഷം വരുന്ന ഗംഭീരമായിട്ടുള്ള ഓഫറുകളും പ്രോഗ്രാമും ആയിട്ടാണ് ആസിയം സോണൽ സെലിബ്രേഷൻ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റ് മാസമാണ് ഇത് വരിക. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ മാസമാണ് ഇതിലേക്ക് വേണ്ട അച്ചീവ്മെന്റ് നേടേണ്ട മാസം അല്ലെ? നമുക്കറിയാം അല്ലെ? അപ്പൊ ഓഗസ്റ്റ് മാസമാണ് നമുക്ക് ആസിയമിന്റെ സോണൽ സെലിബ്രേഷൻ വരാൻ വേണ്ടി പോകുന്നത്. ആസിയം സോണൽ ഇവന്റ് പ്രോഗ്രാം ഓഗസ്റ്റ് 2024. ഈ വർഷം 2024, അതായത് ഈ വർഷം 2024 എന്ന ഈ വർഷത്തിൽ ഓഗസ്റ്റ് മാസമാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. എന്താണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. അതായത് ടു പ്രൊവൈഡ് എ ക്ലിയർ വിഷൻ ഓഫ് ദ ലിമിറ്റ്ലെസ്. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ബാക്കിയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പുതിയതായിട്ട് ഇന്ന് ഐഡിയ എടുക്കാൻ പോകുന്ന ആൾക്കും അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഐഡിയ എടുക്കുന്നതും ഈ മാസത്തിൽ ഐഡിയ എടുക്കുന്ന ആൾക്കാർക്ക് വരെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു അവസരം കൂടിയാണ് ഈ പ്രോഗ്രാം തരാൻ വേണ്ടി പോകുന്നത്. അടുത്തത്, നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും നല്ലൊരു ലക്ഷ്യം, നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിലൂടെ സാധിക്കും. അതായത് PV നന്നായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ടീമിനും നല്ലൊരു PV ജനറേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഈ ഒരു പ്രോഗ്രാമിലൂടെ പറ്റും. ഈ ഒരു പ്രോഗ്രാം ലക്ഷ്യമായിട്ട് പ്രവർത്തിച്ചാൽ പറ്റും. സെലിബ്രേറ്റ് യുവർ അച്ചീവ്മെന്റ്സ് വിത്ത് യുവർ ടീം ആൻഡ് ഫാമിലി ഇൻ യുവർ സോൺ. അതായത് കപ്പിൾ എൻട്രി ആണ് വരുന്നത്. ഏത് അച്ചീവേഴ്സിനൊക്കെ നല്ല കപ്പിൾ എൻട്രി ആയിട്ട് തന്നെ പല അത് ഞാൻ പറയുന്നുണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ കൂടെ നല്ല സെലിബ്രേഷൻ, വലിയൊരു സെലിബ്രേഷൻ, ആസിയമിന്റെ ഒരു വലിയ സെലിബ്രേഷൻ ആണ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം, ഓണം വന്നുകൊണ്ടിരിക്കുക. ഓണം ആസിയമിനൊപ്പം എന്ന് പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറന്നുകൊണ്ടിരിക്കുകയാണ്. ആസിയം കേരളത്തിന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ട്, ആസിയം കേരളത്തിനെ ഒന്ന് സ്പെഷ്യൽ കൺസിഡറേഷൻ തന്നുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പുതിയ ലേണിങ്സ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കാനും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സാധ്യമാവും. ആസിയം സോണൽ ഇവന്റ് പ്രോഗ്രാം ഈസ് കമ്മിങ് ഇൻ യുവർ സോൺ ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ സെലിബ്രേഷൻ, റിവാർഡ്സ്, അവാർഡ്സ്, റെക്കഗ്നേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്. ഗംഭീരമായിട്ടുള്ള പുരസ്കാരങ്ങളും അവാർഡുകളും അംഗീകാരങ്ങളും ആഘോഷവുമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ആസിയം സോണൽ ഇവന്റ് പ്രോഗ്രാം
വരാൻ പോകുന്നത്. മാസം മറക്കണ്ട, ഓഗസ്റ്റ് മാസമാണ് ഈ പ്രോഗ്രാം വരാൻ വേണ്ടി പോകുന്നത്. എന്താണ് ചെയ്യേണ്ടത്? Make yourself eligible for ASEAN Zonal Celebration Program and ASEAN Training Program by completing 4500 PV ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളും കൂടി 3 മാസം കൂടി കൂട്ടിയിട്ട് 4500 PV മിനിമം നിങ്ങൾക്ക് വേണം ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റിക്ക് ആയിട്ട്. കേട്ടോളൂ, ഇതൊക്കെ ഡയമണ്ട് ക്ലബ്ബേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മളിൽ എത്ര കേട്ടതാ. നമ്മൾ ഇപ്പൊ തന്നെ ഡയമണ്ട് ക്ലബ്ബ് കഴിഞ്ഞു, 5000 PV ആയിക്കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ അല്ല, അവര് സീരിയസ് ആയിട്ട് ആസ്യം ചെയ്യുന്ന ആൾക്കാർ, അവര് ബിസിനസ്സുകാരാണ്. അല്ലാത്ത ആൾക്കാരുണ്ടാവില്ല, ഏത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചാടി അവിടെ ചാടി ഇവിടെ ചാടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലൂടെ 4500 PV ടോട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി കിട്ടും. അല്ലെങ്കിൽ ജൂൺ മാസം, അതായത് ഈ മാസം 2000 PV സെൽഫ് ഐഡിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി കിട്ടും. ഇനി അതല്ല, പുതിയ ആൾക്കാർ പറയാണ്, ഏത് പുതിയ ആൾക്കാർ പറയാണ്, ഞങ്ങൾക്ക് ആസ്യം ഞാൻ മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ ഈ 2000 4500 എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? അതായത് അവർക്ക് വേണ്ടിയിട്ട്, അതായത് ടെർമിനേറ്റ് ആയ ID റീആക്ടിവേഷൻ ചെയ്യാൻ പറ്റും അല്ലെ. 1000 രൂപയുടെ പ്രോഡക്റ്റ്, 1000ന്റെ മുകളിൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടെർമിനേറ്റഡ് ആയ ID നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അവർക്കും പുതിയ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കും 1000 PV ഈ മാസം ഉണ്ടെങ്കിൽ സെൽഫ് ഐഡിയിൽ 1000 PV ജോയിനിങ് വിത്ത് 1000 PV എന്ന് പറഞ്ഞിട്ട് 1000 PV സെൽഫ് ഐഡിയിൽ ജോയിൻ ചെയ്യുന്ന പുതിയ ആൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും ആസിയം സോണൽ സെലിബ്രേഷനിലേക്കുള്ള അവരുടെ എലിജിബിൾ ആയിക്കഴിഞ്ഞു, എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. അതായത് ഒരിക്കൽ കൂടി പറയാം, ഏപ്രിൽ മെയ് ജൂൺ മാസം 3 മാസം കൂടി 4500 PVയോ, ജൂൺ മാസത്തിൽ മാത്രം 2000 PVയോ, അതോ പുതിയ വരുന്ന ആസ്യമിൽ പുതിയ ID എടുത്ത, ഈ മാസം ID എടുക്കാൻ പോകുന്ന അല്ലെ ഈ മാസം ID എടുത്ത ആളാണെങ്കിൽ 1000 PVയോ, അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആയിട്ട് ആക്ടിവേറ്റ് ആയ ആളാണെങ്കിൽ 1000 PV ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സോണൽ സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞു. അതാണ് മെയിൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇവിടെ മറ്റൊരു മാമാങ്കവും കൂടി നടക്കാൻ പോവാണ്. ഈ ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ, അതായത് ഡയമണ്ട് ക്ലബും സൂപ്പർ ഡയമണ്ട് ക്ലബും സ്റ്റാർ ഡയമണ്ട് ക്ലബും ക്രൗൺ ക്ലബും ഒക്കെ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, സീരിയസ് ആയ ആൾക്കാർ, ബിസിനസ്സുകാർ. അവർക്ക് ഇതാ ക്ലബ് അച്ചീവേഴ്സ് സെലിബ്രേഷൻ കൂടി ഈ സോണൽ പ്രോഗ്രാമിൽ ഉണ്ടാവും. അതായത് ഡയമണ്ട് ക്ലബ് ചെയ്തവർക്കും സൂപ്പർ ഡയമണ്ട് ക്ലബ് ചെയ്തവർക്കും സ്റ്റാർ ഡയമണ്ട് ക്ലബ് ചെയ്തവർക്കും ക്രൗൺ ക്ലബ് ചെയ്യുന്നവർക്കും എന്തുണ്ടാവും? അച്ചീവേഴ്സ്. അതായത് നിങ്ങളുടെ ആ ക്ലബ് ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടിയുള്ള സെലിബ്രേഷൻ ആയിരിക്കും എന്ത്? ഈ ആസിയം സോണൽ ഇവന്റ് ഓഗസ്റ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഡയമണ്ട് ക്ലബ്ബുകാരും സൂപ്പർ ഡയമണ്ട് ക്ലബ്ബുകാരും സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബുകാരും ക്രൗൺ ക്ലബ്ബുകാരും റെഡി ആയിരുന്നോളൂ ഈ ഒരു മാമാങ്കത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോഗ്രാം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം വരാൻ പോകുന്ന ആസിയം സോണൽ ഇവന്റ്. പിന്നെ ഉള്ളൊരു കാര്യം, ഹയസ്റ്റ് പർച്ചേസറിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടാവും ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട്. അതായത് ടോപ്പ് 3 ഹയസ്റ്റ് പർച്ചേസർ സോൺ വൈസ്, അതായത് 4 സോണാണുള്ളത്. അതായത് സൗത്ത് സോൺ, അതായത് അതിൽ കേരളം പെടും, നമ്മൾ സൗത്ത് സോണിലാണ്. സൗത്ത് സോൺ ഉണ്ട്, നോർത്ത് സോൺ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് സോൺ ഉണ്ട്, വെസ്റ്റ് സോൺ ഉണ്ട്. അങ്ങനെ 4 സോണാണ് ഉള്ളത്. ആ 4 സോണ് വൈസ് ആയിട്ട് തന്നെ ആ ഓരോ സോണിലും ടോപ്പ് 3 ആൾക്കാരെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ അംഗീകാരം കൊടുക്കുന്നുണ്ടാവും, അവർക്ക് ട്രോഫി കൊടുക്കുന്നുണ്ടാവും. ഏതൊക്കെ ബ്രാൻഡ് വൈസ് ആയിട്ട്, അതായത് കീസോളിൽ ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന 3 ആൾക്കാരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടാവും, ട്രോഫി കൊടുക്കുന്നുണ്ടാവും, സ്റ്റേജ് മക്കേറ്റുണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും. ഗാമ ഒറേജിനോളിൽ ടോപ്പ് 3 പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടാവും, അവർക്കും ഉണ്ടാവും ട്രോഫിയും സ്റ്റേജ് റെക്കഗ്നേഷനും സർട്ടിഫിക്കറ്റും. ഹരിസഞ്ജീവനി ചെയ്യുന്ന ആൾക്കാർക്കും എന്തുണ്ടാവും? ഈ പറഞ്ഞിട്ടുള്ള
ട്രോഫി ഉണ്ടാവും, സ്റ്റേജ് റെക്കഗ്നിഷൻ ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. തുളസി പെയിന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, ന്യൂട്രി ചാർജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, ഗുഡ് ഡോട്ട് പ്രോഡക്ട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, സ്വച്ഛ നമുക്ക് ഈ പരിപ്പ് പയറ് കാര്യങ്ങളായിട്ട് നമുക്ക് തരുന്ന സ്വച്ഛ ബ്രാൻഡ് ഉണ്ട് അല്ലെ, സ്വച്ഛ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും, അതായത് ആസിയമിന്റെ ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കീസോൾ, ഗാമ ഒറിജിനോൾ, ഹരിത സഞ്ജീവനി, തുളസി പെയിന്റ്, ന്യൂട്രി ചാർജ്, ഗുഡ് ഡോട്ട്, സ്വച്ഛ, ഇത്രയും ആളിൽ നിന്ന് ഓരോ സോണിലും ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത വ്യക്തികൾക്ക് അംഗീകാരം ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവും. ഹയസ്റ്റ് പർച്ചേസർ സോൺ വൈസ് ഓൾ പ്രോഡക്റ്റ്. ഈ ബ്രാൻഡ് അല്ലാതെ ചില ആൾക്കാർ പറയും ഇത് ഓരോ ബ്രാൻഡിന്റെ സാധനം മാത്രം കൂടുതൽ വാങ്ങിയിട്ടെത്തണ്ടേ, വേണ്ട, നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും കൂടി നിങ്ങൾ ഹയസ്റ്റ് പർച്ചേസർ ആണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും ട്രോഫിയും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും സ്റ്റേജ് റെക്കഗ്നിഷനും. ഓൾ പ്രോഡക്ട്സ്, അതായത് ഓൾ പ്രോഡക്ട്സിനും ട്രോഫി ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സ്റ്റേജ് റെക്കഗ്നിഷൻ ഉണ്ടാവും. ഹയസ്റ്റ് പർച്ചേസർ ആയിട്ട് മാറണം കേട്ടോ, സോൺ വൈസ്. പിന്നെ എന്തുണ്ടാവും, ടോപ്പ് 3 പർച്ചേസേഴ്സ് ഓഫ് ഹൈജീൻ പ്രോഡക്ട്സ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ കീസോളില് ഹൈജീൻ സെഗ്മെന്റ് ഉണ്ട് അല്ലെ, ഹൈജീൻ സെക്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ്, നമ്മുടെ കീസോളിന്റെ ഇന്റിമേറ്റ് വാഷ് ഉണ്ട്, നമ്മുടെ സാനിറ്ററി നാപ്കിൻ ഉണ്ട്. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഹൈജീൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഹൈജീൻ പ്രോഡക്ട്സിൽ ടോപ്പ് 3 പർച്ചേസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സോൺ വൈസ് റെക്കഗ്നിഷൻ ഉണ്ടാവും, ട്രോഫി ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അംഗീകാരം കിട്ടുന്നതായിരിക്കും. അതായത് ഹയസ്റ്റ് പർച്ചേസർ ആയിട്ടുള്ള ആൾക്കാരെ ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണവും അംഗീകാരവും ലഭിക്കുന്നുണ്ടാവും. അത് കണ്ടുണ്ടാവും ടോപ്പ് 3 വണ്ടർ വേൾഡ് ക്വിക്ക് അല്ലെങ്കിൽ PUC, അതായത് സെയിൽ വൈസ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ സോൺ വൈസ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും 3 PUC വണ്ടർ വേൾഡ് ക്വിക്ക് അല്ലെങ്കിൽ PUCനെ നമ്മൾ അവിടെ സ്റ്റേജിൽ അംഗീകാരവും ട്രോഫിയും ഒക്കെ കൊടുത്തിട്ട് അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. ടോപ്പ് 3 ഡിപ്പോകൾ നമുക്കറിയാം അല്ലെ, അതായത് കേരളത്തിൽ തന്നെ നമുക്ക് 6 ഡിപ്പോ ഉണ്ട്. ഇതിൽ 3 ഏതാണ് ഈ ടോപ്പ് 3 ഡിപ്പോ എന്ന് വെച്ചാൽ ആ 3 ഡിപ്പോയ്ക്കും എന്തുണ്ടാവും, ട്രോഫി ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അംഗീകാരങ്ങൾ ഉണ്ടാവും. KSO നമുക്കറിയാം അല്ലെ, കീസോൾ ഔട്ട്ലെറ്റ്, KSOന്റെ സെയിൽ വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് സെയിൽ ചെയ്യുന്ന, സോൺ വൈസ് ആയതുകൊണ്ട് സോൺ വൈസ് എന്ന് പറയേണ്ട കാര്യമില്ല, കേരളത്തിൽ എന്ന് പറയാം. കാരണം കേരളം ഒരു സോണിൽ പെടുന്നതാണ് അല്ലെ, അതായത് കേരളത്തില് കർണാടക, തമിഴ്നാട്, നമ്മളെല്ലാം കൂടി ആന്ധ്ര, അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളാണ് ഒരു സോണായിട്ട് മാറുന്നത്. ആ ഒരു സോണിൽ വെച്ചിട്ട് 3 KSOയില് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ആ ഒരു KSOക്ക് എന്തുണ്ടാവും, ട്രോഫി ഉണ്ടാവും, അംഗീകാരം ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഉണ്ടാവും. ഹയസ്റ്റ് സെയിൽ കിട്ടുന്ന വണ്ടർ വേൾഡ്, നമുക്കറിയാം കോഴിക്കോട് ഗംഭീരമായിട്ടുള്ള ഒരു വണ്ടർ വേൾഡ് ഉള്ള സ്ഥലം കൂടിയാണ്. അപ്പൊ വണ്ടർ വേൾഡുകൾ ഉണ്ട്. ഈ ടോപ്പ് 3 അതായത് ഈ സോൺ വൈസില് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, അങ്ങനെ സൗത്ത് സോണിൽ ഏറ്റവും ടോപ്പായിട്ട് സെയിൽ വരുന്ന 3-ൽ ഒരാൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും ട്രോഫി ഉണ്ടാവും, അംഗീകാരങ്ങൾ ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. തുളസി പെയിന്റ്സിന്റെ ഷോപ്പുള്ള ആൾക്കാർക്ക് തുളസി പെയിന്റ്സിന്റെ ഷോപ്പിൽ നല്ല രീതിയിൽ സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ സോണിലെ 3-ൽ ഒരാളായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും ട്രോഫി ഉണ്ടാവും, അംഗീകാരങ്ങൾ ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടാവും. കൂടാതെ ഹോം ഡെലിവറി സ്റ്റോർ, അതായത് നമുക്കറിയാം 600ഓളം സ്ഥലങ്ങളിൽ കേരളത്തിൽ ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, 600ഓളം സ്ഥലങ്ങളിൽ. അപ്പൊ അത്രയും സ്ഥലത്ത് ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഈ സോൺ വൈസ് ആയിട്ട് ടോപ്പ് 3 അതായത് ഏറ്റവും കൂടുതൽ ഹോം ഡെലിവറി കൊടുക്കുന്ന PUCയില് ഒരു PUC നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും അവിടെ ട്രോഫി ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സ്റ്റേജ് റെക്കഗ്നിഷൻ ഉണ്ടാവും. ഈ കാൽക്കുലേഷൻസ് ഒക്കെ എടുക്കുക ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. അതായത് ഹയസ്റ്റ് ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് ചെയ്യന്നെ, അങ്ങോട്ട് നേടുക. അതാണ് ആ ഒരു രീതിയിലാണ് ഒരു വാശിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കൂട്ടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നു. ടോപ്പ് 3 3 പേർക്കാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത്. 3 പേർക്ക് അതായത് സോൺ കേരള പെടുന്ന സൗത്ത് സോണിൽ ടോപ്പ് 3-ൽ വരുന്ന ഇത്രയും ആൾക്കാരെ അവിടെ ട്രോഫി ഉണ്ടാവും, അംഗീകാരങ്ങൾ ഉണ്ടാവും, ബാക്കി സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ടാവും. ടെക്നിക്കൽ അച്ചീവേഴ്സ്, എന്റെ മാതിരിയുള്ള ടെക്നിക്കൽ അച്ചീവേഴ്സ് പുതിയ ആൾക്കാർ ഏപ്രിലോ, മെയ്യിലോ, ജൂണിലോ വരുന്ന പുതിയ ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ടെങ്കിൽ
അവർക്കും എന്തുണ്ടാവും, അവർക്ക് ട്രോഫി ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അംഗീകാരങ്ങളും ആ ഒരു വേദിയിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടാവും. ഓഗസ്റ്റ് മാസമാണ് ആസിയം സോണൽ ഇവന്റ്. ആ ഒരു ഇവന്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, പിന്നെ അപ്ഗ്രേഡ്. ഇപ്പൊ പേൾ ശിവ സ്റ്റാർ പേൾ ആയാലും, സ്റ്റാർ പേൾ എമറാൾഡ് ആയാലും, എമറാൾഡ് സ്റ്റാർ എമറാൾഡ് ആയാലും, അങ്ങനെ പിന്നെ ചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് ഒരു അംഗീകാരം അവിടെ ലഭിക്കുന്നുണ്ടാവും. ഏപ്രിലോ മെയിലോ ജൂണോ മാസങ്ങളിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അംഗീകാരം ഉണ്ടാവും. ഒരാൾക്കല്ല, കപ്പിൾ എൻട്രി നിങ്ങൾക്ക് 2 പേർക്ക് വരാൻ വേണ്ടി പറ്റും. സ്റ്റേജ് റെക്കഗ്നേഷൻ ഉണ്ടാവും, ട്രോഫി കിട്ടുന്നുണ്ടാവും. കപ്പിൾ എൻട്രിയിൽ നിങ്ങൾക്ക് 2 പേർക്ക്, നിങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ വരാനുള്ള സൗകര്യം കൂടി ഈ സോണൽ ഇവന്റിൽ കമ്പനി ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇതേമാതിരി തന്നെ റോയൽറ്റി അച്ചീവേഴ്സ്, അതായത് പുതിയ റോയൽറ്റി അച്ചീവേഴ്സ്, ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പുതിയ റോയൽറ്റിയിലേക്ക് എത്തിയ അച്ചീവേഴ്സിന് അവിടെ അംഗീകാരം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കുമുണ്ട് അവിടെ കപ്പിളായിട്ട് അവിടെ വരാൻ പറ്റും. സ്റ്റേജിൽ കയറിയിട്ട് ട്രോഫി വാങ്ങി അംഗീകാരവും നേടാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല, ഇപ്പോൾ റോയൽറ്റി ആയിട്ട് ഗോൾഡോ സ്റ്റാർ ഗോൾഡോ എത്തിയിട്ട്, അങ്ങനെ ഗോൾഡ് മുതൽ സ്റ്റാർ പ്ലാറ്റിനം വരെയുള്ള ലെവലുകളിൽ നിങ്ങൾ എത്തിയിട്ടുള്ള ആൾക്കാർ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്കും അംഗീകാരം ഉണ്ട്. അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ആ സ്റ്റേജിൽ ആസിയം സോണൽ ഇവന്റ് ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന സോണൽ ഇവന്റിൽ വെച്ച് നിങ്ങൾക്കും കപ്പിൾ എൻട്രി ഉണ്ടാവും. ട്രോഫിയോട് കൂടിയിട്ട് ഒരു സ്റ്റേജ് റെക്കഗ്നേഷനുമായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഇതൊരു ആഘോഷങ്ങളുടെ ഉത്സവമാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ മാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റോയൽറ്റി അച്ചീവേഴ്സ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്നെങ്കിൽ റോയൽറ്റി ആവുക, അല്ലെങ്കിൽ റോയൽറ്റി ആയ ആൾക്കാർ അടുത്ത ലെവൽ പിടിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രോഫി കിട്ടും, കപ്പിൾ എൻട്രി കിട്ടും, സ്റ്റേജ് റെക്കഗ്നേഷൻ കിട്ടുന്നതായിരിക്കും. അത് ഏപ്രിലിൽ ചെയ്ത ആളായാലും മതി, അല്ലെങ്കിൽ ജൂണിൽ ചെയ്യാൻ പോകുന്ന ആൾക്കും കിട്ടും. ഏപ്രിൽ മെയ് ജൂൺ ഈ മാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങൾ. വൈറ്റൽ അച്ചീവേഴ്സ് വിഷമിക്കേണ്ട കാര്യമില്ല. വൈറ്റൽ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, വൈറ്റൽ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ ബിഗിനർ മുതൽ സ്റ്റാർ വരെ, അതായത് ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ, ഇത്രയും ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണ്ടിയും റെക്കഗ്നേഷൻ റെഡി ആയിട്ടുണ്ട്. അതായത് പുതിയ വൈറ്റൽ അച്ചീവേഴ്സിനെ അവിടെ അംഗീകരിക്കുന്നതായിരിക്കും. അതായത് ജൂൺ മാസം ഏറ്റവും ഹയസ്റ്റ് പിന്നിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു അംഗീകാരം ആ ഓഗസ്റ്റ് മാസത്തെ സോണൽ ഇവന്റിൽ കാത്തിരിക്കുന്നുണ്ട്. ഗംഭീര പ്രോഗ്രാം ആയിരിക്കും. മാത്രമല്ല, വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിന് മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു നറുക്കെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അതായത് ഓപ്പണർ മുതൽ സ്റ്റാർ വരെയുള്ള ആൾക്കാർക്ക് ഒരു നറുക്കെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ഓരോ സോണിലും ഉണ്ട്. അതായത് നമ്മളെ സൗത്ത് സോൺ, നമ്മളെ കേരളത്തിന് വേണ്ടി നമ്മളെ സൗത്ത് സോണിൽ ഒരു നറുക്കെടുപ്പ് വരാൻ പോകുന്നു, നോർത്ത് ഈസ്റ്റിൽ വരാൻ പോകുന്നു, വെസ്റ്റിൽ വരാൻ പോകുന്നു. അതേമാതിരി നമ്മുടെ സോണിന് വേണ്ടിയിട്ട് ഒരു നറുക്കെടുപ്പ് വരാൻ പോകുന്നു. ഓപ്പണർ മുതൽ സ്റ്റാർ വരെയുള്ള ആൾക്കാർക്ക് മാത്രം അവർക്ക് 10 സ്മാർട്ട് ഫോണുകളാണ് ആസിയം തരാൻ വേണ്ടി പോകുന്നത്. സ്മാർട്ട് ഫോൺ അല്ലെ, എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഇനി ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഓഗസ്റ്റ് മാസം, അല്ലെങ്കിൽ ഈ ജൂൺ മാസം നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. ഭാഗ്യം കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ 10 സ്മാർട്ട് ഫോണുകൾ നമുക്ക് സൗത്ത് സോണിലേക്ക് ഉണ്ടാവും. കേരളത്തിലേക്ക് എന്തായാലും ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഓപ്പണർ മുതൽ സ്റ്റാർ വരെ. ഓക്കെ, അപ്പൊ എന്ത് വേണം, പുതിയ വൈറ്റൽ അച്ചീവേഴ്സിനെ അവിടെ അംഗീകരിക്കുന്നുണ്ടാവും. പിന്നെ അപ്ഗ്രേഡ് ചെയ്താൽ, അതായത് ഓപ്പണറായ ആൾക്കാർ ഈഗിളായാലും, ഈഗിളായ ആൾക്കാർ റണ്ണറായാലും, റണ്ണറായ ആൾക്കാർ വിന്നറായാലും, വിന്നറായ ആൾക്കാർ സ്റ്റാർ ആയാലും ഈ ജൂൺ മാസം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അവിടെ അംഗീകാരം ഉണ്ടാവും, ട്രോഫി ഉണ്ടാവും, റെക്കഗ്നേഷൻ ഉണ്ടാവും. ഗംഭീര പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പുതിയ ആളുകൾ, അതാണ് ഭയങ്കര സംഭവമാണ് കേട്ടോ. അതായത് വരുന്ന പുതുതലമുറ എന്ന് പറയില്ലേ, നമ്മൾ പുതിയ ഐഡിയ എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ അംഗീകാരങ്ങൾ കിട്ടാൻ വേണ്ടി പോവുകയാണ്. ഗംഭീരമായ ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. തേജസ് ബുനിയാദ് ടാർഗറ്റ് അച്ചീവേഴ്സ് റെക്കഗ്നേഷൻ. അതായത് തേജസ് ബുനിയാദ് എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർക്കുള്ള ഒരു ട്രെയിനിങ് അല്ലെ. തേജസ് എന്ന് പറഞ്ഞാൽ ആസിയമിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പൊ തേജസ് ബുനിയാദിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആൾക്കാർ 4000 PV, നിങ്ങൾ പുതിയ ആളുകൾ 2 മാസം കൊണ്ട് ആസിയമിൽ വന്ന ആളുകളാണ് തേജസ് ബുനിയാദിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാർ. അവർ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ടാർഗറ്റായ 4500 PV നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കും സോണൽ ഇവന്റിൽ
നിങ്ങൾക്ക് എൻട്രി കിട്ടും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 7500 PV ആണെങ്കിലോ നിങ്ങൾക്കും എൻട്രി കിട്ടും സോണൽ ഇവന്റിലേക്ക്. ടീഷർട്ട്, നിങ്ങൾക്ക് ആസിയമിന്റെ മനോഹരമായിട്ടുള്ള ഒരു ടീഷർട്ട് അവിടെ ആ പ്രോഗ്രാമിൽ വെച്ച് ലഭിക്കുന്നതായിരിക്കും. കൂടെ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ 2 മാസമായിട്ട് ആസിയമിൽ വന്ന പുതിയ ആൾക്കാർ, അതായത് ശരിക്കും ആസിയം ഒന്ന് മനസ്സിലാക്കിയ ആൾക്കാർ ചെയ്യും, ഷുവറായിട്ട് ചെയ്യും, ഒരു ഡൗട്ടും അതിൽ വേണ്ട. പുതിയ ആൾക്കാർ 15000 PV ചെയ്യുകയാണെങ്കിലോ നിങ്ങൾക്ക് ഈ റെക്കഗ്നേഷൻ അതായത് സോണൽ പ്രോഗ്രാമിലേക്ക് എൻട്രി കിട്ടും, കൂടെ ഒരു ജാക്കറ്റ് കിട്ടും, കൂടെ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് 7500 PV ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ടീഷർട്ട് ഉണ്ടാവും, അതിമനോഹരമായിട്ടുള്ള ആസിയമിന്റെ ഒരു ടീഷർട്ട് ഉണ്ടാവും, സോണൽ പ്രോഗ്രാമിലേക്ക് എൻട്രി ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 15000 PV ചെയ്യുന്ന ആൾക്ക് എൻട്രി ഉണ്ടാവും, ജാക്കറ്റ് ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഒപ്പം ഉണ്ടാവും. ഇനി ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും തേജസ് ബുനിയാദ് എന്ന് പറഞ്ഞ പുതിയതാണല്ലോ, അപ്പൊ പഴയ ആളുകൾ ഒന്നില്ലേ? നിങ്ങൾക്കും ഉണ്ട്. അതായത് തേജസ് മെയിൻ ടാർഗറ്റ് അച്ചീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് 7000 തേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ആസിയമിന്റെ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമത്. പുതിയ ആളുകൾക്ക് 2 മാസത്തിന്റെ ഉള്ളിൽ വന്ന ആൾക്കാർക്ക് തേജസ് ബുനിയാദ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഈ നിലനിന്ന് പോകുന്ന ആൾക്കാർക്ക് തേജസ് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ആ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് 7500 PV നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു നിങ്ങൾക്ക് എന്തുണ്ടാവും? എൻട്രി കിട്ടും, സോണൽ ഇവന്റിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും കിട്ടും. 15000 PV ചെയ്യുകയാണെങ്കിൽ ഈ സോണൽ ഇവന്റിൽ എൻട്രി ഉണ്ടാവും, ടീഷർട്ട് ഉണ്ടാവും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 30000 PV ചെയ്യുന്ന ഒരാൾക്ക് എൻട്രി കിട്ടും, ജാക്കറ്റ് കിട്ടും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. എന്നാൽ 75000 PV ആ ഒരു തേജസ് മെയിൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഒരു മനോഹരമായ ബ്ലേസർ ഉണ്ടാവും. ഇതേമാതിരി ഞണ്ടമാതിരി കോട്ട്, ഇതേമാതിരി അല്ല, ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ആസിയമിന്റെ ബ്ലേസർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടാവും. ഈ ഒരു സോണൽ ഇവന്റിലേക്ക് എൻട്രി കിട്ടുന്നുണ്ടാവും, ട്രോഫി കിട്ടുന്നുണ്ടാവും, സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സ്റ്റേജിൽ അംഗീകാരം ഉണ്ടാവും. ഈ മാസമാണ് കേട്ടോ, ജൂൺ മാസം. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു പ്രോഗ്രാം ഗംഭീരമാക്കാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 7500, 15000, 30000, 75000 ഇത്രയും PV ചെയ്ത തേജസ് മെയിൻ എന്ന് പറഞ്ഞ കോഴ്സിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് അറിയാം, 7 ദിവസം. എങ്ങനെയാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ? ആ ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്ത് 7500, 15000, 30000, 75000 PV ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവിടെ സോണൽ ഇവന്റിൽ അംഗീകാരവും എൻട്രിയും ഈ ബ്ലേസർ, ജാക്കറ്റ്, ടീഷർട്ട് മുതലായ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും. അടുത്ത ഉഡാൻ. കീസോളിന്റെ ഉഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കീസോളിന്റെ ഉഡാനിലെ ടാർഗറ്റ് ചെയ്ത ആൾക്കാർക്കും എന്തുണ്ടാവും? നിങ്ങൾക്കും ഒരു ബ്ലേസർ, നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലേസർ കാത്തിരിക്കുന്നുണ്ട്, ഒപ്പം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നുണ്ടാവും. അടുത്തത് നിർജര ആൻഡ് നിർഭയ് റെക്കഗ്നിഷൻ. അതായത് ഈ കീസോൾ നിർജര ആൻഡ് നിർഭയ് എന്ന് പറയുന്ന കാറ്റഗറി ആൾക്കാരുണ്ട് അല്ലെ. നമുക്ക് ഈ എന്താ പറയാ, നമുക്ക് അത് വേണ്ടേ, നിർജര ആൻഡ് നിർഭയ് റെക്കഗ്നിഷൻ. അതായത് കീസോളിൽ നിർജരയും നിർഭയുമായുള്ള ആൾക്കാർക്ക് നിങ്ങളെയും ഒരു ബ്ലേസർ കാത്തിരിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ബ്ലേസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഒപ്പം ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൂടി ഈ ഓഗസ്റ്റ് മാസത്തെ സോണൽ ഇവന്റിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് സോണുകൾ നമുക്ക് നോക്കാം. ആസിയം സോണൽ സെലിബ്രേഷൻ പ്രോഗ്രാം ഓഗസ്റ്റ് 2024. സോൺ നെയിം എന്തൊക്കെയാ നോക്കാം, സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ നോക്കാം. അതായത് ഫസ്റ്റ് സോൺ ഈസ്റ്റ് ആണ്. ഈസ്റ്റ് സോണിൽ വരുന്നത് വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഒറീസ, ബീഹാർ, ജാർഖണ്ഡ്. ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈസ്റ്റിൽ വരുന്നത്. നോർത്ത് ഈസ്റ്റിൽ വരുന്നത് ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, ത്രിപുര, നാഗാലാൻഡ്, സിക്കിം, മിസോറാം, മണിപ്പൂർ. ഇത്രയും സ്ഥലത്താണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് UP, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ചണ്ഡീഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ദാദ്ര, നാഗർ ഹവേലി, ഗോവ, ഡാമൻ ദിയു. ഇത്രയും ഭാഗങ്ങളാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ സ്ഥലം വരുന്നത് സൗത്ത് വരുന്നത് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്. ഇത്രയും ആളുകളാണ്, ഇത്രയും സ്ഥലങ്ങളാണ് നമുക്ക് സോണായിട്ട് സൗത്തിൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക.
കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആൾക്കാരൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ആശയം വേണ്ടേ? അവിടെയൊക്കെ ആശയം ഉണ്ട് എന്ന് ഇതിനേക്കാളും വലിയ തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ ഇന്ത്യയിൽ 29 സംസ്ഥാനത്തിന്റെ പേര് ഇതിലുണ്ട് അല്ലെ? അങ്ങ് മുകളില് ജമ്മു ആൻഡ് കാശ്മീർ മുതൽ ഈ ഇപ്പൊ ഞാനിന്ന് സംസാരിക്കുന്ന കേരളത്തിൽ വരെ എല്ലാ സ്ഥലത്തും ആശയമുണ്ട് എന്നുള്ളത് ഇതിനേക്കാളും വലിയൊരു തെളിവ് വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യ മാപ്പിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈസ്റ്റും നോർത്ത് വെസ്റ്റും സൗത്തും ഒക്കെ ആയിട്ട്. ആസിയമിനല്ലാതെ വേറെ ആർക്കാ അത് പറ്റുകയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് ആശയം. ഗംഭീരമാണ് ആശയം. ഒരു ഡൗട്ടും അതിൽ വേണ്ട. അപ്പം നമ്മളെ സൗത്ത് സോൺ കോമ്പറ്റീറ്റേഴ്സ് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ഇത്രയും സ്ഥലങ്ങളുമായിട്ടാണ് നമ്മളുടെ സോൺ കോമ്പറ്റീഷൻ ഉണ്ടാവുക. അപ്പൊ അതിൽ ടോപ്പ് 3 ആയിട്ട് നിങ്ങൾ എത്തണം. പിന്നെ മറ്റുള്ള ഈ പറഞ്ഞ കാറ്റഗറി അവാർഡ്സ് കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാവും അല്ലെ? നർജര, നിർഭയ ഉണ്ട്, പിന്നെ ഉഡാൻ ഉണ്ട്, പിന്നെ തേജസ് മെയിൻ ഉണ്ട്, തേജസ് ബുനിയാദ് ഉണ്ട്. ഇങ്ങനെയുള്ള ടെക്നിക്കൽ അച്ചീവേഴ്സ് പുതിയ ആൾക്കാരായ അവർക്ക് ഉണ്ടാവും, റോയൽറ്റി അച്ചീവേഴ്സ് ഉണ്ടാവും. എല്ലാവർക്കും സമ്മാനം അങ്ങോട്ട് കൊടുക്കാനുള്ള പരിപാടി തന്നെയാണ് ആസിയം ഓഗസ്റ്റ് മാസത്തെ ഇവന്റിലൂടെ. ഗംഭീര ഒരു പ്രോഗ്രാം, ഗംഭീര ഒരു ഓണ സദ്യ ആയിരിക്കും നിങ്ങൾക്ക് ഓഗസ്റ്റിൽ ആസിയം തരാൻ പോകുന്നത്. ഒരു സംശയം വേണ്ട. ഈ ഇവന്റ് എവിടെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവന്റ് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 4-ാം തീയതി വിശ്വ ബംഗ്ലാ കൺവെൻഷൻ സെന്റർ കൊൽക്കട്ടയിലാണ്, വെസ്റ്റ് ബംഗാൾ. അത് ഈസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ അല്ലെ. അടുത്തത് 7-ാം തീയതി സെപ്റ്റംബറിലാണ് വരുന്നത്, പ്രഗ്നിജ്യോതി ഓഡിറ്റോറിയം, ഗുവാഹത്തി, ആസാമിൽ, നോർത്ത് ഈസ്റ്റ്. അടുത്ത 18 ഓഗസ്റ്റില് ഞായറാഴ്ച ത്യാഗരാജ ഓഡിറ്റോറിയം, ഡൽഹിയിൽ വെച്ചിട്ടാണ് സെൻട്രൽ സോൺ വരുന്നത്. ഇനിയാണ് നമ്മളുടെ സോൺ വരുന്നത്. നമ്മളുടെ പ്രോഗ്രാം വരുന്നത് 25-ാം തീയതി ഓഗസ്റ്റ് 2024 ഞായറാഴ്ച രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്, കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഈ സൗത്ത് സോൺ ഇവന്റ് വരാൻ പോകുന്നത്. രാജഗിരി ഓഡിറ്റോറിയം പറയേണ്ട കാര്യമില്ല അല്ലെ? രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗംഭീരമായിട്ടുള്ള ആശയം മാമാങ്കം തന്നെ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം കാണാൻ വേണ്ടി സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. 2024 ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ 25-ാം തീയതി രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് ഹാൾ, അതായത് രാജഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മളുടെ സോണൽ സെലിബ്രേഷൻ വരാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് മാസം, സൗത്ത് സോൺ. അതിനുശേഷം ആസിയം പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാലേ. അതായത് ആസിയമിൽ ഒരു വ്യക്തി വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ സംഭവം, അതായത് ബാക്ക് ബോൺ ഓഫ് ആസിയം എന്ന് പറയാം അല്ലെ. ഒരു മനുഷ്യനും നട്ടല്ലേ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ആസിയമിന്റെ പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെ. അപ്പോൾ ആസിയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ വരാൻ പോകുന്നു ആസിയമിന്റെ പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം. കമ്പനി തന്നെ ഗംഭീരമായിട്ട് ട്രെയിനേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ വേണ്ടി പോവുകയാണ്. പ്രോഡക്റ്റ് നോളജ് ഫോർ ന്യൂ അസോസിയേറ്റ് ബയർ, പുതിയ ആളെ പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ ആസിയമിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ അവരെ ഇനി നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങൾ വറി ചെയ്യേണ്ട, ആസിയം അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. ഇനി പ്രോഡക്റ്റ് ട്രെയിനിങ് ഓൺ ഓൾ മേജർ കാറ്റഗറീസ്, എല്ലാ കാറ്റഗറി പ്രോഡക്റ്റുകളും ബ്രാൻഡ് വൈസും ഒക്കെ ആസിയമിന്റെ പ്രോഡക്റ്റുകൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. സോൺ വൈസ് പ്രോഡക്റ്റ് ട്രെയിനിങ് ഫ്രം കമ്പനി സോണായി തിരിച്ചുകൊണ്ട് പ്രോഡക്റ്റ് ട്രെയിനിങ് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആരാണ് ചെയ്യുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കുക. ആരെങ്കിലും അല്ല, ക്വാളിഫൈഡ് ആയി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ട്രെയിനിങ് തരാൻ പോകുന്നത്. 100% പ്രോഡക്റ്റ് യൂസ് വിത്ത് കംപ്ലീറ്റ് നോളേജ്, 100% പ്രോഡക്റ്റ് യൂസ് വിത്ത് കംപ്ലീറ്റ് നോളേജ്, കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. കോൺഫിഡൻസ് ബിൽഡിംഗ് ഫോർ പ്രോഡക്റ്റ് യൂസ് ആൻഡ് പ്രോഡക്റ്റ് പ്രൊമോഷൻ, അതായത് പ്രോഡക്റ്റുകൾ, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ലേ ആസിയമിന്റെ പ്രോഡക്റ്റുകൾ വേറെ അറിയുണ്ടാവും, ചിലർക്ക് ആസിയമിന്റെ പ്രോഡക്റ്റുകളൊക്കെ ഇത്രയും ഉണ്ട് എന്ന് അറിയുണ്ടാവും, പക്ഷെ അത് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും വരാൻ പോകുന്ന ട്രെയിനിങ്. ആസിയമിന്റെ പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം വരാൻ പോകുന്നത്
ആസിയമ്മിന്റെ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഗംഭീര 100% നിങ്ങളെ കോൺഫിഡൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആസിയം എന്ന കമ്പനി അതിനു വേണ്ടിയാണ് പ്രോഡക്റ്റ് ട്രെയിനിങ് വരെ വെക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിനും സോൺ സൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോർത്ത് സോൺ ഉണ്ട്, പഞ്ചാബ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ, ഹരിയാന, ഡൽഹി, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നോർത്തായിട്ട് പ്രോഡക്റ്റ് ട്രെയിനിങ് വരുന്നതായിരിക്കും. പ്രോഡക്റ്റ് ട്രെയിനിങ് ജാർഖണ്ഡ്, ബീഹാർ, ഒറീസ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ ഇത്രയും സ്ഥലങ്ങൾ ഈസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. പ്രോഡക്റ്റ് ട്രെയിനിങ് ആസാമിൽ വരാൻ പോകുന്നതായിരിക്കും, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സോണായിട്ട്. സൗത്ത് സോണിൽ കേരളത്തിൽ പ്രോഡക്റ്റ് ട്രെയിനിങ് വരാൻ പോകുന്നുണ്ട്. മലയാളത്തിലായിരിക്കും, മലയാളത്തിലാവും. കാരണം കേരളത്തില് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് മലയാളത്തിൽ പ്രോഡക്റ്റ് ട്രെയിനിങ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് വരാൻ പോകുന്നുണ്ട്, തെലങ്കാനയിൽ വരാൻ പോകുന്നുണ്ട്, തമിഴ്നാട്ടിൽ വരാൻ പോകുന്നുണ്ട്, കർണാടകയിലും വരാൻ പോകുന്നുണ്ട്. ഇത്രയും സ്ഥലത്ത് നമുക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ് കൂടി കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം എന്ന രീതിയിലേക്കാണ് ആസിയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. എല്ലാം ഗംഭീരമായിട്ടുള്ള രീതിയിലേക്കാണ് കമ്പനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. വെസ്റ്റ് സോണിലുണ്ട് രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. നിങ്ങൾ ഒരു രാജസ്ഥാൻ സ്വദേശിനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ രാജസ്ഥാനിൽ പോയിട്ട് അവർക്ക് ആസിയം പറഞ്ഞ് പ്രോഡക്റ്റ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ വെസ്റ്റ് സോണിന്റെ മുകളിൽ രാജസ്ഥാനിൽ ആസിയം കമ്പനി തന്നെ പ്രോഡക്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. അതിനാണ് ഇത്രയും സംസ്ഥാനങ്ങൾ പറയുന്നത് കേട്ടോ, അല്ലാതെ വെറുതെ കേൾക്കാൻ വേണ്ടി പറയല്ല. അവിടെ നിങ്ങൾക്ക് എവിടെ ഓൾ ഇന്ത്യ നമുക്ക് ബിസിനസ് ചെയ്യാലോ അല്ലെ, പാൻ ഇന്ത്യ അല്ലെ, എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. നാളെ ഇത് ഓൾ വേൾഡ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രോഡക്റ്റ് ട്രെയിനിങ് ഇനി വരാൻ പോകുന്നത്. പ്രോഡക്റ്റ് ട്രെയിനിങ് ഒരു സോൺ എവിടെ, ദുബായ്, UAE അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മറ്റേ UK, USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യങ്ങൾ ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. ചെറിയ കളികളല്ല കേട്ടോ, വലിയ സംഭവമാണ്. നിങ്ങൾ തയ്യാറായി ഇരുന്നോളൂ. അത്രയും ഗംഭീര രീതി. ഇതിപ്പോ നമ്മൾ പറയുന്ന സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന ട്രെയിനിങ്ങും ബാക്കി സെലിബ്രേഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ രാജ്യങ്ങളിലേക്ക് കടക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ആസിയം 2024-25 ഇന്ത്യക്ക് പുറത്തേക്ക് വരെ പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ അല്ലെ. അപ്പൊ ആ രീതിയിലേക്ക് കമ്പനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തയ്യാറാണോ എന്ന് മാത്രമേ അതിൽ ചോദിക്കേണ്ട ഒരു കാര്യമുള്ളൂ. നമ്മൾ തയ്യാറായാൽ മാത്രം മതി. ഗംഭീര ഒരു സംഭവമാണ് കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, വലിയ ഒരു തയ്യാറെടുപ്പാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. വലിയൊരു തയ്യാറെടുപ്പും വലിയൊരു വിജയം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ലൈഫിൽ ഏറ്റവും വലിയൊരു ബഹുമാനം കൂടി കിട്ടുന്നതായിരിക്കും അല്ലെ. അപ്പം അതിനനുസരിച്ച് വലിയൊരു ലക്ഷ്യങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കമ്പനി 100% നമ്മളെ കൂടെ തന്നെയുണ്ട്. അപ്പൊ ഈ സോണൽ ഇവന്റ് വലിയൊരു മാമാങ്കമായിട്ട് നമുക്ക് ഒരുമിച്ച് കൈ കോർത്തുകൊണ്ട് ആസിയമിലൂടെ ഗംഭീര ഒരു പ്രോഗ്രാം ആയിട്ട് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന, ആസിയമിന്റെ ചരിത്രത്തിൽ തന്നെ ഗംഭീര ഒരു പ്രോഗ്രാം ആക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകാൻ മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ആളുകളെ, പുതിയ ആൾക്കാരെ പഠിപ്പിക്കുക, പുതിയ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക, പുതിയ ആളുകൾക്ക് ഇതിന്റെ അവസരങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഗംഭീരമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് സമയം കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പേടിക്കേണ്ട, ഇനിയും വാട്സപ്പിലൂടെയും മറ്റെല്ലാ മീഡിയയിലൂടെയും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും തയ്യാറായിക്കോളൂ. ഉറങ്ങാതെ കാത്തിരിക്കുന്ന 283ഓളം ആൾക്കാരെ എല്ലാവർക്കും ഒരു ഗംഭീര കയ്യടി എന്റെ വക ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഭീരമായിട്ടൊന്ന് കൈയടിച്ചോളൂ. ഗംഭീരമാവട്ടെ ഈ സോണൽ ഇവന്റ്, ഗംഭീരമാവട്ടെ ആസിയം. നമ്മളുടെ ഓരോ ലൈഫും സന്തോഷവും സമ്പത്തും കൊണ്ട് കുമിഞ്ഞുകൂടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ജയാസിയം, ഗുഡാസിയം.